ഇടയ്ക്ക് ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് തുടങ്ങി കുറച്ച് സമയമായപ്പോൾ ഒരാൾ കുർബാനയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകുന്നു. വേറെ 2-3 പേർ കയറി വരുന്നു. കുറച്ച് പേര് പരസ്പരം സംസാരിക്കുന്നു. ഒരാളുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഇങ്ങനെ ഒത്തിരി ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. കുർബാന ചൊല്ലുന്നതിനിടയിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തു. കുർബാനയ്ക്ക് ശേഷം വികാരിച്ചൻ വളരെ ഷാർപ്പായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പള്ളിക്കകത്ത് കയറിയാൽ ചില കാര്യങ്ങൾ നിർബന്ധപൂർവ്വം നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വളരെ കൃത്യമായിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ കൊടുത്തു. അതല്പം സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തത്. ഞാൻ കുർബാന കഴിഞ്ഞിട്ട് സാക്രിസ്റ്റി വെച്ച് അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത്ര ഷാർപ്പായിട്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കണോ? കുറച്ചുകൂടെ മയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരെ? അപ്പോൾ അച്ഛൻ പറഞ്ഞത്, നമ്മൾ എന്തിൻ്റെ കാര്യത്തിലാണ് മയപ്പെടുന്നത്? എന്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഷാർപ്പാകേണ്ടത്? ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധ ദിവ്യബലിയാണ്, കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. ഈ ബോധമില്ലാതെ ഈ സമയത്ത് ഒരാളുടെ ഫോൺ റിങ് ചെയ്യുന്നു, കുറേ പേര് ഇറങ്ങിപ്പോകുന്നു, കുറേ പേര് പരസ്പരം സംസാരിക്കുന്നു. ഇത് നമുക്കിങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും? കാരണം കൂടെയുള്ള ആരാണെന്നൊരു ബോധം വേണ്ടേ? എനിക്ക് ആ അവസാനത്തെ സെൻറ്റൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂടെയുള്ള ആരാണെന്ന് ഒരു ബോധം വേണ്ടേ? ഇത് ഗോസ്പലിൽ സെയിം സിറ്റുവേഷനാണ്. യേശു തന്നെ റിവീൽ ചെയ്തുകൊണ്ട് വലിയ കാര്യങ്ങൾ പറയുകയാണ്. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. ഇങ്ങനെ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസിന് നിഷ്കളങ്കമായൊരു സംശയം. നിഷ്കളങ്കതയാണ് ആ ചോദ്യത്തിന് കാരണമായത്. അയാൾ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാ, ഞങ്ങൾക്കത് മതി. വളരെ നിഷ്കളങ്കമായ ചോദ്യത്തിൽ പോലും യേശുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. യേശു ഉടനെ പറഞ്ഞു, ഫിലിപ്പോസെ, ഇത്രയും കാലം കൂടെ നടന്നിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ? നിൻ്റെ ഇടയിൽ ആരാണ് നിൽക്കുന്നത് മനസ്സിലാകുന്നില്ലേ? കൂടെ ഇരിക്കുന്ന ആരാ? നിനക്കെന്താ മനസ്സിലാകാതെ പോയത്? എനിക്കൊന്ന് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കുറച്ചും കൂടി ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ കൂടെയുള്ള ആരാണ്? ഒരു ദേവാലയത്തിൽ ഒരു ബലിയർപ്പണ സമയത്ത് നമ്മുടെ കൂടെ ആരാണ്? ഒരു ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ആരാണ്? ഒരു കുടുംബ പ്രാർത്ഥന സമയത്ത് നമ്മുടെ മുമ്പിലെ രൂപം എന്തിൻ്റെയാണ്? എവിടേക്കോ വളരെ ഗൗരവത്തോടെ ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തു തന്നെ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാണ്. ഇത്ര ഗൗരവകരമായ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ആരാണെന്നുള്ള ബോധമില്ലാതെയൊക്കെ ചിലപ്പോൾ പെരുമാറുമ്പോൾ, ഞാൻ പറഞ്ഞ വികാരിയച്ഛനെ പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഷാർപ്പാവണം. കാര്യം മയപ്പെടുത്തേണ്ടത് കുർബാനയുടെ കാര്യത്തിലല്ല, മയപ്പെടുത്തേണ്ടത് യേശുവിൻ്റെ കാര്യത്തിലല്ല. ഫിലിപ്പോസ് കൂടെ ക്രിസ്തു നിൽക്കുമ്പോഴും കൂടെ നിൽക്കുന്ന ആരാണെന്നൊരു ബോധ്യമില്ലാതെ പോയതിൻ്റെ സങ്കടം ക്രിസ്തുവിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. നിനക്കെന്താ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? എൻ്റെ കൂടെ നിൽക്കുന്ന ഞാൻ തന്നെയാണ് അത്. ഫിലിപ്പോസ് എല്ലാ ശിഷ്യന്മാരുടെ ഒരു സാധ്യതയാണ്. ഇത് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് ഫിലിപ്പോസും മറ്റ് ശിഷ്യന്മാരെല്ലാവരും കുരിശുമരണ സമയത്ത് ഓടി ഒളിച്ചത്. ഒരുപക്ഷെ യേശു ആരാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ഓടില്ലായിരുന്നു. അവർ ധൈര്യപൂർവ്വം ക്രിസ്തുവിനോടൊപ്പം നിൽക്കുമായിരുന്നു. ഒരുപക്ഷെ കൂടെ നിൽക്കുന്നവനെ മനസ്സിലാക്കാതെ അവസാന നിമിഷം വരെ പോയതിൻ്റെ പരിണിത ഫലമാണ് ഈ ഓടി ഒളിക്കലും ഈ തള്ളിപ്പറയലും ഒറ്റിക്കൊടുക്കലും ഒക്കെ. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് കൂടെ നിൽക്കുന്നവനെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ്. ആരാണ് നമ്മുടെ കൂടെയുള്ളത്? മനസ്സിലാക്കാത്തിടത്തോളം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അർത്ഥമില്ലാതെ പോകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവേ, നിൻ കൃപ മതിയെനിക്ക്. എല്ലാം എൻ്റെ എല്ലാം എൻ്റെ യേശു എനിക്കെല്ലാം. എല്ലാം എൻ്റെ എല്ലാം എൻ്റെ യേശു എനിക്കെല്ലാം.
യേശുവേ നിൻ സ്നേഹം മതിയെനിക്ക് എല്ലാം എൻ്റെ യേശു എനിക്കെല്ലാം. അത്യുന്നതനാം സർവാധിനാഥൻ ലോകത്തിന്റെ പ്രകാശവും സമാധാനം